അതെങ്ങനെയാ? എന്റെ ഭാര്യ പിടിച്ചിരുത്തി കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഉപദേശിച്ചാലല്ലേ എനിക്ക് ബോധോദയുണ്ടാവൂ. അങ്ങനെ ഒരു സ്വഭാവമായി പോയി എന്റേത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. റീജോയിനിങ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു അത് പറ. സത്യം പറഞ്ഞ ഓഫീസിലുള്ള എല്ലാവർക്കും സന്തോഷമായി. ഓരോരുത്തരായിട്ട് വന്ന് പേഴ്സണലായിട്ട് കൺഗ്രാറ്റ്സ് പറഞ്ഞു. ബിസിനസ് കൊളീഗ്സ് എല്ലാം വിളിച്ചിരുന്നു. ഞാൻ വീണ്ടും ഈശ്വരമംഗല ഗ്രൂപ്പിലേക്ക് വന്നത് ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു വലിയ ചർച്ചയായിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞത്. അവരോടൊക്കെ ഞാൻ എന്ത് മറുപടി പറഞ്ഞു കാണുമെന്ന് അറിയോ? സമയാവുമ്പോ വേണ്ടത് ചെയ്യാൻ എനിക്കറിയാമായിരുന്നു എന്ന് പറഞ്ഞു കാണും. നോ, അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ ഈശ്വരമംഗല ഗ്രൂപ്പിലേക്ക് തിരികെ വരാനുള്ള കാരണമേ എന്റെ ഭാര്യ നിധിയാണെന്ന് പറഞ്ഞു. എന്തിനാ ഗൗത അങ്ങനൊക്കെ പറഞ്ഞത്? അതാണല്ലോ സത്യം. ഞാൻ സന്തോഷത്തിൽ മതിമറന്നാലും തോൽവിയിൽ തകർന്നു നിന്നാലും ഒക്കെ എന്റെ കൂടെ നിന്ന് എന്നെ നയിക്കുന്നത് നീയല്ലേ നിധി. ജീവിതം എന്ന് പറയുന്നത് സന്തോഷവും സങ്കടമൊക്കെ നിറഞ്ഞാണെന്ന് പറയും. പക്ഷേ എന്റെ ജീവിതത്തിൽ നീ എനിക്ക് തരുന്നത് സന്തോഷങ്ങൾ മാത്രമാ. അതാരോട് തുറന്ന് സമ്മതിച്ചാലും പറഞ്ഞാലും മതിയാവില്ല എനിക്ക്. ഐ ലവ് യു നിധി. ഞാൻ പറയുന്ന തെറ്റുകളെ തിരുത്തി തരികയും ശരികളെ ഒരു ഈഗോ ഇല്ലാതെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഈ ഭർത്താവാണ് എന്റെ ഭാഗ്യം. ഇപ്പൊ ഗൗതമിനേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാ. എന്താ? ഇപ്പോ എന്നേക്കാൾ കൂടുതൽ നീ സന്തോഷിക്കുന്നു പറഞ്ഞില്ലേ? ആ സന്തോഷം എത്രത്തോളം വരും? ഇത്രത്തോളം സന്തോഷമുണ്ട്. നമുക്കേ ആ സന്തോഷം ഇത്രത്തോളം വലുതാക്കണ്ടേ? ഇതെന്താ ഇങ്ങനൊരു വലുപ്പം? അതായത് നമ്മുടെ സന്തോഷം ഇപ്പോൾ അതിന്റെ ഇരട്ടിയും ഇരട്ടിയുടെ ഇരട്ടിയും അതിന്റെ 100 ഇരട്ടിയൊക്കെ ആവണമെങ്കിൽ ഇത് വേണ്ടേ? ഇതെന്താ ഇങ്ങനെ കാണിക്കുന്നത്? ശരിടോ, ഇനിയിപ്പൊ ഞാനിത് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ? ഒരു വഴിയുണ്ട്. ദേ നോക്കിയേ. ഇപ്പൊ മനസ്സിലായോ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന്? മനസ്സിലായി. ആ ഫോട്ടോ കുറച്ചുകൂടി എൻലാർജ് ചെയ്ത് വെക്കണമെന്നല്ലേ ഉദ്ദേശിച്ചത്? മണ്ണാൻ കേട്ടാ പറഞ്ഞാലും മനസ്സിലാവൂല. ഓ ഓടണം. എന്റെ മോന് ഒരച്ഛനാവാൻ കൊതിയായോ? കള്ളി. അപ്പൊ കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നല്ലേ? ഇനിയിപ്പോ വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല. പട്ടയെന്ന് നമ്മുടെ 3 മക്കളും ഇന്ന് വരണം. എങ്കിൽ പിന്നെ നമുക്കൊരു ട്രിപ്പിൾ അടിച്ചാലോ? ഒറ്റ ഡെലിവറിയിൽ 3 കുട്ടികൾ. അത് നമ്മൾ മാത്രം വിചാരിച്ചാ പോരല്ലോ. ഒന്ന് ശ്രമിച്ചു നോക്കാം. ഞാൻ റെഡി. തുടങ്ങിയാലോ? വാ. അയ്യോ, അമ്മേ വാ അമ്മേ. സോറി. അയ്യോ, സോറി പറയേണ്ടത് ഞാനല്ലേ? കഥകില് മുട്ടിയിട്ട് കയറിയാൽ മതിയായിരുന്നു. അതൊന്നും സാരില്ലമ്മേ. സാരമില്ലെന്നൊക്കെ നീ പറയും. ആ അച്ഛന്റെ മോനല്ലേ? ഗോപിയേട്ടന് ഇതേ സ്വഭാവമായിരുന്നു. അതെ, ഇനി ഇതിന്റെ പേരിൽ സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. ജന്മം കൊണ്ട് മാത്രമല്ല ഒരാൾ അച്ഛനാവുന്നത്, കർമ്മം കൊണ്ടും ആവും. ആ അച്ഛനെ കണ്ടു പഠിച്ചാലും ആ സ്വഭാവം വരും. സത്യനിധി, ഗോപിയേട്ടനെ വെച്ച് നോക്കി ഇവരെന്തു ഭേദ. മനുഷ്യന് ഒരു സമാധാനം തരില്ലായിരുന്നു. ആണോ? എന്തൊക്കെയായിരുന്നു ഗോപി അങ്കിളുടെ കുസൃതികള്? അയ്യോ, ഇന്നലെ ലൈവിലുണ്ട്. അച്ഛന് നിന്നോട് സംസാരിക്കണമെന്ന്. ഇതാ പിടി. ഹലോ അച്ഛാ. പറയാ, എന്തൊക്കെ വിശേഷം? നിന്റെ അങ്കിളുടെ റൊമാൻസ് ഒന്നും പറഞ്ഞു തരാൻ എനിക്ക് വയ്യ. പക്ഷെ അറിയാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം ഇരട്ടിയാകുന്നത് എപ്പോഴാണെന്ന് അറിയോ നിനക്ക്? എപ്പോഴാ?
അവന്റെ രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞിന് ജന്മം നൽകി അവന്റെ കയ്യിലെടുത്ത് വെച്ച് കൊടുക്കുമ്പോഴാ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോട് സ്നേഹം കൂടുന്നത്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് മനസ്സിലായോ? ഇനി വൈകിപ്പിക്കണ്ട. എത്രയും വേഗം എനിക്കൊരു പേരക്കുട്ടിയെ തരണം, കേട്ടല്ലോ? ആ ആ അങ്ങനെ പറഞ്ഞു കൊടുക്കമ്മേ. അത് തന്നെയാ ഇവളോട് ഞാനും പറഞ്ഞോണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് ഒരു മുത്തശ്ശിയാവണമെന്നൊക്കെ മോഹം കാണില്ലേ? എങ്കിൽ പിന്നെ ഗ്യാരണ്ടി ഒട്ടും വൈകിപ്പിക്കാതെ ഈ അമ്മയെ ഞങ്ങൾ വേഗം മുത്തശ്ശിയാക്കി തന്നേക്കാം. എന്താ പോരെ? അപ്പോ എല്ലാം പറഞ്ഞ കണക്ക്. നിങ്ങൾ ക്യാരി ഓൺ. നാണം വരുന്നു. അമ്മ പറഞ്ഞു കേട്ടില്ലേ, ക്യാരി ഓൺന്ന്. നമുക്ക് തുടങ്ങാൻ പാ. അത് കൊള്ളാലോ. അമ്മയുടെ വായിന്നൊരു ക്യാരി ഓൺ വീണതോടെ അതി കേറി അങ്ങ് പിടിച്ചു. പിന്നല്ലാതെ മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക. ഒരു നെല്ലിക്കയും ഇല്ല. മോൻ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. വേഗം പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം. ആണോ? എങ്കില് വിത്തിൻ 5 minutes ഞാൻ കുളിച്ചിട്ട് വരാം. ഗള്ളി. അല്ല അല്ല അല്ല, പെട്ടെന്ന് വേണമെന്നല്ലേ അമ്മ പറഞ്ഞത്. ഇനിയിപ്പൊ വെറുതെ കുളിക്കാനായിട്ട് അത്രയും സമയം പാഴാക്കണോ? പോയി കുളിക്കാൻ പറഞ്ഞാ കുളിച്ചോണം. നടക്കങ്ങോട്ട്.